എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ചുരിദാറൊക്കെ ഒന്ന് എടുത്ത് അടുക്കി പറക്കി വെക്കാമെന്നൊക്കെ ബാബ പറഞ്ഞൊരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുതിയതൊന്നുമില്ല, എല്ലാം പഴയ സ്റ്റോക്കുകളാണ് കേട്ടോ. അപ്പോൾ സ്റ്റോക്കുകളെന്നൊന്നും പറയാൻ പറ്റില്ല, അധികമൊന്നുമില്ല. എന്നാലും നമ്മൾ പഴയ ചുരിദാറാണെങ്കിൽ ഒത്തിരി കീറി പോകാത്തൊക്കെ ആകുമ്പോൾ നമുക്ക് കളയാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. എപ്പോഴെങ്കിലും വണ്ണം കുറയുമ്പോൾ ഇടാന്നൊക്കെ പറഞ്ഞ് എടുത്ത് വെച്ചേക്കണ ചുരിദാറുകളാണ്. എന്നാലും ഒരു 10-15 വർഷമൊക്കെ പഴക്കമുള്ളതായിരിക്കും കൂടുതലും. അത് കൂടുതലുള്ളത് 15 വർഷമൊക്കെ പഴക്കമുള്ളതാണ് കൂടുതൽ. അതിന് മുമ്പൊക്കെ ഉള്ളത് ചെറുതല്ല, അതൊക്കെ പോയി. അപ്പം നമുക്ക് ഓരോന്ന് കാണാം കേട്ടോ. ഇത് കോട്ടൺ ആണ് കേട്ടോ. ഇത് തുണി എടുത്ത് തയ്ച്ചതാട്ടോ. പിന്നെ എല്ലാത്തിനും പാൻറ്റും ഷോളും ഒന്നുമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെള്ള പാൻറ്റ് പിന്നെ അങ്ങനെയൊക്കെ ഇടുന്നത് കേട്ടോ. കൂടുതൽ ടോപ്പുകളൊക്കെ ആയിട്ട് മേടി തന്നെ തയ്ക്കുന്നതാണല്ലോ. പിന്നെ വെള്ള പാൻറ്റ് ഇത് ഞാനെടുത്തു. ഇതിപ്പോ അടുത്തെങ്ങും ഇത് ഇടാൻ പറ്റത്തില്ല, അടുത്തെങ്ങും ഇത് ഇടാൻ പറ്റൂല. കാരണം ഇത്രയും കണ്ട ഇത്രയും ചെറുതാ. അപ്പൊ ഇത്രയും കണ്ട ഇങ്ങനെ ഇത്രയും കിടക്കും. പക്ഷെ നല്ല ഭംഗിയുള്ള കളറുമായിരുന്നു. എടുത്തു കഴിഞ്ഞപ്പോ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. നല്ല തൈലുമായിരുന്നു, ബട്ടൺസ് ഒക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് തയ്ച്ചേക്കുന്നു. അപ്പൊ അതിങ്ങനെ ഓർണം. അപ്പൊ എടുത്തത് മടക്കി നമ്മള് അലമാരിക്കകത്തോട്ട് വെക്കാൻ പറ്റില്ല, അത് വാവയ്ക്ക്. ഇത് നമ്മുടെ ലിജിമോളുടെ ചുരിദാറാന്നല്ലോ വാവേ? അല്ല, അതെന്റെ. എനിക്ക് പത്തനാപുരത്തുനിന്ന് ചേച്ചിയൊക്കെ വന്നപ്പോ അവര് തന്നതാണ്. അപ്പൊ വാവയ്ക്ക് അന്നേരം പാകമാകാത്തോണ്ട് വാവ എനിക്ക് തന്നതാട്ടോ. ചുളുങ്ങിയിരിക്കുന്ന എന്റെ അകത്ത് വെച്ചേക്ക്. ഇതിനകത്ത് വെച്ച് ചുളുങ്ങിയിരിക്കുന്നതിനകത്തെല്ലാം ഇതൊക്കെയാണ് കേട്ടോ. ഷോളാണ്, ഇതിന്റെ എല്ലാ ഷോളും പാൻറ്റുകളുമാണ് ഇതിനകത്തിരിക്കുന്നത്. അത് കാണിക്കണ്ടല്ലോ, എല്ലാം കൂടെ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. ഇത് പഴയ ചുരിദാറാണ്, ഒരുപാട് വർഷം പഴക്കമുള്ള ചുരിദാറാണ്. എന്നാലും ഞാനതൊരു ഇതിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. വലിയ അഴുക്കൊന്നും ഇല്ല. എവിടെയെല്ലാം ഇട്ടുകൊണ്ട് പോകണമെങ്കിൽ പോകാം. ഈ വയലറ്റ് കളറ് പാൻറ്റും വയലറ്റ് കളർ ഷോളും ഉണ്ട്. ഈ കളറിൽ വരുന്ന പാൻറ്റ് ഷോളും നല്ല ഭംഗിയുള്ളതായിരുന്നു കേട്ടോ. പാൻറ്റ് ഷോളും ഉണ്ട്, നല്ല ഭംഗിയുള്ള ചുരിദാറാണ് അത്. അലമാരിക്കകത്തൊക്കെ പല പല സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. ചുരിദാറുകൾ അധികം മടക്കി, പിന്നെ ഒത്തിരി നല്ല പുതിയതൊക്കെ ഉള്ളത് 2-3 ജോഡിയൊക്കെ ഉള്ള അതിനകത്ത് മടക്കി വെച്ചേക്കണേ. ഇത് ലിജിമോൾക്ക് അല്ല, എനിക്ക് ചേട്ടായി മേടിച്ചത്. അതെ, ചേട്ടായി മേടിച്ചു കൊടുത്ത ചുരിദാറാട്ടെ ഇത്. ഓണത്തിന്. ഓണത്തിന്. അപ്പൊ കുറച്ച് ഭാവ ഇട്ട് കഴിഞ്ഞപ്പം ഇട്ടില്ല ഒത്തിരി. 1-2 പ്രാവശ്യമൊക്കെ ഇട്ടെന്ന് തോന്നുന്നു. എനിക്കത് ഇല്ല, ഞാൻ ഇട്ടില്ല. ലിജിമോക്ക് വരുവത്. അത് കഴിഞ്ഞപ്പോ തന്നതാണത്. പിന്നെ ഇതും പഴയ ചുരിദാർ, നമ്മുടെ ലിജിമോള് മേടിച്ചു തന്ന ചുരിദാറാണ് കേട്ടോ. നല്ല ചുരിദാറ് വെള്ള. ഇതിന്റെ ഈ പിങ്ക് കളർ പാൻറ്റും പിങ്ക് കളർ ഷോളും. വല പോലത്തെ ഷോളാണ്. പാൻറ്റ് സാധാ പോലത്തെ വീതി ഉള്ള സൈസിലെ പാൻറ്റ്. നല്ല ചുരിദാറാണ്. എല്ലാം ചുളുങ്ങിയിരിക്കും കേട്ടോ. കാരണം ഇങ്ങനെ വെറുതെ മടക്കി വെച്ചേക്കുമല്ലേ. ഇപ്പം 2-3 വർഷമായിട്ട് ഇങ്ങനെ തന്നെ ഇറങ്ങാതിരിക്കുക. ഇത് തന്നെ. ഇത് ഞാൻ ഒരുപാട് ഇട്ട് ചുരിദാറാണ് കേട്ടോ. ഒരുപാട് ഇഷ്ടമുള്ളതാണ്. അപ്പം അതിൻ്റെ അകത്തെ ഇതെല്ലാം പോയി. നല്ല വർക്കിൽ വന്ന് നല്ല ഭംഗിയായിരുന്നു. ഇതൊക്കെ ഇട്ട് ഫോട്ടോ എടുത്ത് നല്ല രസമാണ് കാണാനായിട്ട് തന്നെ. ഇത്രയും കൈയൊക്കെ വെച്ച്. അപ്പം അതും കുറേയൊക്കെ പോയി. എന്നാലും ഇതുപോലത്തെ ഒരു കളർ മേടിക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഇതുപോലെ തയ്ക്കണം എന്ന് ഓർത്തെടുത്ത് വെച്ചതാട്ടത്. നല്ല ഭംഗിയുള്ള ചുരിദാറാണ്. നല്ല ഭംഗിയായിട്ടുള്ള ചുരിദാർ. എന്താണെന്ന് വെച്ചാൽ ഇത് ചില ഡ്രസ്സുകൾ നമുക്കിങ്ങനെ കളയാനായിട്ട് തോന്നത്തില്ല. പക്ഷെ ഇങ്ങനെ വെക്കുന്നതും ശരിയല്ല. ഒരുപാട് പഴയതായിട്ടുള്ളതൊന്നും വെക്കരുതെന്നാണ് പറയുന്നത്. ഇതെനിക്കൊരു ഇഷ്ടപ്പെട്ട് മേടിച്ചൊരു ഇതാണ് കേട്ടോ. ഇതിൻ്റെ പാവാടയുണ്ട്, കാണിച്ചു തരാമേ. നമുക്ക് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന മോഡല്. ഇപ്പോഴും ഇടുന്നില്ല, കുറേ നാൾ മുമ്പ്, ഒരു 4 വർഷം മുമ്പ് മേടിച്ചതായിരുന്നു കേട്ടോ. നല്ല ഭംഗിയാണ്. 2-3 പ്രാവശ്യം ഇട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ മടക്കി വെച്ചതേ. പിന്നെ ബാക്കിൽ സിബൊക്കെ ഉണ്ട്. ഉണ്ടോ, ബാക്കിൽ സിബൊക്കെ വന്നിട്ട് നല്ല രസമാണ്. നല്ല ഭംഗിയുള്ള സിബൊന്നും പോയിട്ടില്ല, അപ്പോൾ ഒത്തിരി ഇട്ടിട്ടില്ലല്ലോ. എൻ്റെ പാവാടയുണ്ട്, കാണിച്ചു തരാം. ഇതൊക്കെ ഇട്ടേ ഫോട്ടോ എടുത്തൊരു ഇതുണ്ട്, ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഒരു ഫോട്ടോ ഉണ്ട്. പിന്നെ ഇതേത് നമ്മുടെ ലിജിമോളുടെ ആണേ. ലിജിമോള് തന്നാട്ടെ എനിക്ക്. ലിജിമോളുടെ കല്യാണത്തിന് ശേഷം ലിജിമോൾ എടുത്തതാ. 2 ഷെയ്ഡ് തന്നിട്ടുണ്ട്. കല്യാണത്തിന് ശേഷം അല്ല, കല്യാണത്തിന്റെ സമയത്ത് എടുത്തതാണ്. ഇതും ഇതേ ഷെയ്ഡ്. പിന്നെ ഒരു നീല ഉണ്ടായിരുന്നു, അത് ഏലുകുട്ടി അമ്മയ്ക്ക് തിരിച്ചു കൊടുത്തു. 2 ഷെയ്ഡ് നല്ല ഭംഗിയുള്ള എണ്ണം ഉണ്ടായിരുന്നു എന്താ കല്യാണത്തിന്റെ സമയത്ത്. സീക്വൻസ് പിടിപ്പിച്ചതല്ലടാ, തുണി അങ്ങനത്തെ നല്ല വിലയുള്ള മെറ്റീരിയലായിരുന്നു കേട്ടോ. നല്ല വിലയുള്ള മെറ്റീരിയലാണ്.
ഇതിങ്ങനെ മടക്കിയാൽ ഒതുങ്ങിയിരിക്കുകയില്ല, എന്നാലും മടക്കി വെക്കാം. അതിൻ്റെ തന്നെ ഇല്ല കരിമില. ഇത് ശരിക്കും നല്ല വൈറ്റ് പാൻറ്റും ഷോളും, നല്ല വൈറ്റ് അല്ല, അതുള്ള ഇതുണ്ടെങ്കിൽ നന്നായിട്ട് ഇണങ്ങി ഇതായിട്ട് ഇടാൻ പറ്റും. വൈറ്റിൻ്റെ പിങ്ക് നല്ല ഭംഗിയായിരിക്കും. പിങ്ക് ചേരുവോ? റോസ് പിങ്ക് അല്ല, റോസ്. അതങ്ങനെ ഒരു ചുരിദാർ. പിന്നെ ഇതെൻ്റെ ഹസ്ബൻഡ് മേടിച്ച് തന്നാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഇതിൻ്റെ പാൻറ്റ് ഷോളും ഉണ്ട്. ഈ കളറ് പാൻറ്റും ഈ കളറിന് ഷോളും. പ്ലെയിനാണ് ഷോള്, സൈഡിൽ കൂടെ ബ്ലാക്ക് വരെയായിട്ട് വന്നിട്ട് ഉണ്ടോ, നല്ല ഭംഗിയുള്ളതാണ്. ഒന്നും ചേരില്ല കണ്ടോ, മിററൊക്കെ ഉണ്ട്. മിററൊക്കെ വന്നിട്ട് ഇപ്പൊ നിനക്ക് ഇതൊക്കെ ഇടണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 3-4 വർഷം എടുക്കും പുറത്തിട്ടോണ്ട് പോകണമെങ്കിൽ. ആ സമയം വരെ ഇടാം. ഒരാളെ തേയില വരുന്നുണ്ട് കേട്ടോ. വാ ഉടുപ്പ് ഊരിയിടും മോനെ, ചെല്ല്. യൂണിഫോം ബെറ്റൊക്കെ ഊരി വെച്ചേ, ചെല്ല്. പിന്നെ ഇത് നമ്മൾ തയ്പ്പിച്ചതാണ് കേട്ടോ. വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, 1-2 വീഡിയോയിൽ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കളറ് എടുപ്പിച്ച് തയ്ച്ചതാണ് കേട്ടോ. മീറ്റർ തുണിക്ക് നമ്മൾ രാധാകൃഷ്ണൻ എന്നല്ലേ മാവേ തയ്ച്ച നല്ല ഡ്രസ്സാണ്. ഇത് പിന്നെ നമ്മുടെ ലിജിമോളുടെ കല്യാണത്തിന്റെ ഡ്രസ്സാണ്. അതെ, എനിക്ക് ലിജിമോക്കും സോറി എനിക്ക് ലിജിമോക്കും ഒരുപോലത്തെ കളർ എടുത്തതാണ്. ഇതിന്റെ കൂട്ടത്തില് മെറൂൺ കളറ് അമ്പർല കട്ടിങ് വരുന്ന സ്കേർട്ട്. അങ്ങനെ ഈ വീഡിയോ സെക്കൻഡ് പാർട്ടും ഉണ്ടാകും കേട്ടോ, കാരണം നല്ല ലോങ് വീഡിയോ ആയിരിക്കും. ഇത് കണ്ട വേണ്ട, ഒരു വീഡിയോ വേഗം എടുക്കാം. ഇതുണ്ട, ഇത് നല്ല അടിപൊളി ഒരു ചുരിദാർ മെറ്റീരിയലായിരുന്നു. നമ്മുടെ ലിജിമോള് ഓൺലൈനിൽ വരുത്തിയിരിക്കുന്നത്. ലിജിമോള് ഓൺലൈനിൽ വരുത്തി ഒരു ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇതൊന്നും ഇട്ടേ ഇല്ല ശരിക്കും എന്താ തപ്പുന്നേ? പോകുമ്പോ കഴിക്കാൻ തരാം. ചോറ് തരട്ടെ? അപ്പം തരട്ടെ? അപ്പൊ വേഗം പറഞ്ഞു. പിന്നെ ഇതൊരു വൈറ്റ് ചുരിദാറാണേ, പ്യുവർ വൈറ്റ് ആയിട്ട് നല്ല ഭംഗി. എൻ്റെ ഇതുണ്ടോ കട്ടിങ് ഇതുണ്ടോ കാണിച്ചു തരാം. ഇവിടുത്തെ കളയിലെ പോലെ ഇത് മടക്കി വെച്ചിട്ടുണ്ടോ, ഇങ്ങനെ വന്നിരിക്കുന്ന എൻ്റെ തൈല്. നല്ല ഭംഗിയുള്ള ചുരിദാറാണ്. കൊള്ളാം. ഉടുപ്പ് ഊരിയിട്ട് ചെല്ലാതി. ഇത് നല്ല വൃത്തിയായിട്ട് മടക്കി വെച്ചതാണ്. ഒന്ന് മടക്കി വെക്കാനൊരു പാടാണ്, വേറെ ഒന്നും വെച്ചിട്ട് വിടർന്നിരിക്കുന്നത് കൊണ്ടേ. ഇനി ഞാൻ മടക്കാം. അത് കുഴപ്പമില്ല, ഇരുന്നൊക്കെ ചെറിയ ചെറിയ പണിയൊക്കെ ചെയ്യാം. അത് തന്നെ. ഇത് ലിജിമോളുടെ ആണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ലിജിമോൾ ഇട്ടേക്കുന്നത് പഴയ ആദ്യം ആശുപത്രിയിൽ നിന്ന് വന്ന സമയങ്ങളിൽ മേടിച്ച് ഗിഫ്റ്റ് കിട്ടിയതൊക്കെ. അത് അളവ് എടുത്തോണ്ട് വരാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇതൊരു പഴയ ചുരിദാറാണ് കേട്ടോ. ഇതും ഒരുപാട് പഴയ ചുരിദാറാണ്. ഇത് ടോപ്പ് വീട്ടിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കാം. പക്ഷെ നല്ലതാ, പുറത്തു വിടാം. തൈലൊരു സുഖമില്ല. തൈല് ശരിയല്ല, അതാ റെഡിമെയ്ഡായിട്ടേ മേടിക്കുമ്പോൾ പറ്റൂലല്ലോ. ഇത് ഷോള പറ്റൂല. പിന്നെ മടക്കാം. നല്ല ഭംഗിയുള്ള ഒരു ചുരിദാറാണ് തന്നെ. നല്ല ഭംഗിയുണ്ട്. ഞാൻ പുറത്തൊക്കെ ഇട്ടുകൊണ്ട് പോകുമായിരുന്നു. ഇല്ല, നല്ല മെറ്റീരിയലാണ്, നല്ല കോട്ടൺ, പ്യുവർ കോട്ടൺ ആണ്. നല്ല മെറ്റീരിയൽ, നല്ല തൈല്.
ഏത് ലിജിമോള് തന്ന പാവാടയാണ് കേട്ടോ. ലിജിമോളല്ല, ഞാന്. വാവയുടെ ആണോ? ആ, ഇതെനിക്ക് രശ്മി ചേച്ചി ഗിഫ്റ്റ് തന്നത് ഓണത്തിന്. അല്ലല്ല, വേറൊരു രശ്മി ചേച്ചി. എൻ്റെ ഇതും ഉണ്ടായിരുന്നല്ലോ, അതില്ല കേത്താന്നില്ലേ, ടോപ്പ് തന്നില്ല. ആ, വീട്ടിലുണ്ടെന്ന്. ടോപ്പ് തന്നില്ല. ഇത് 2 വർഷം മുമ്പ് ഓണത്തിന് എടുത്തതാട്ടോ. ഇത് കൊള്ളാം. പാവയ്ക്ക് വേണോ? തന്നാ കൊള്ളായിരുന്നു. നല്ലതാ. എനിക്കുണ്ട് 2 ഉണ്ട്. അപ്പോൾ അത് വാവ എടുത്തു. നല്ലതാ. വന്ന് വന്ന് എനിക്ക് ഇഷ്ടംപോലെ ഡ്രസ്സ് ഉണ്ട് കേട്ടോ. ഒരു വർഷമൊക്കെ ഒരു പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. ഇത് നമ്മുടെ വാവയിൽ ഇരുന്നോളും കൂടെ ഓണത്തിനിട്ടത്. ഓണത്തിനെടുത്ത ഡ്രസ്സ്. അത് കഴിയിപ്പോൾ ഉണ്ടല്ലോ, എന്തോ പറ്റി അതിൻ്റെ അകത്ത് കളർ എന്തോ പറ്റിയിട്ട് ഏതോ ഒരു ഡ്രസ്സിൻ്റെ. അതെ, ഇതേ ഒത്തിരി വിലയുള്ളതല്ല, അപ്പം അതിൻ്റെതായ അനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതെ, അല്ല എന്തോ കഴിയിപ്പോൾ എന്തോ കളർ പറ്റിയതോ, ഇതിൻ്റെ കളർ പറ്റിയതാ. ഇതിങ്ങനെ ഇതിനകത്ത് കെട്ടി വെക്കണം. ഇത് നമ്മൾ മുമ്പ് കാണിച്ച ആ മഞ്ഞ ഇതിൻ്റെ ഇത് പവാട. പവാട നമുക്ക് പട്ടുപാവാടയൊക്കെ ആയിട്ടിടാൻ പറ്റില്ല, ലോങ് ആയിട്ടുള്ളത്. പിന്നെ അന്നേരം നമുക്കൊരു ഇഷ്ടം തോന്നി നമ്മൾ മേടിക്കുന്ന കേട്ടോ. പിന്നെ ഇത് വെച്ചാലും ഒതുങ്ങൂല, മടക്കിയാലും ശരിയാകൂല എന്നൊക്കെ അതിനെ വലിച്ചു വാരി നമ്മൾ മടക്കേണ്ട വരും. പിന്നെ അവിടെ ഇരിക്കുന്നത് ട്രോഫി എല്ലാം ചേട്ടാക്കി കിട്ടിയതാണ് കേട്ടോ. നിങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞേ. അത് മാത്രമല്ല, മേളിലൊക്കെ ഇരിപ്പുണ്ടാവും, ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം. അതെൻ്റെ. വാവ കൊണ്ടുപോകുന്നുണ്ടോ? യെസ്, ഓഫ് കോഴ്സ്. അങ്ങോട്ട് മടക്കി വെക്കണ്ടോ? ഇത് എൻ്റെ ഫേവറേറ്റ് കളറും ഫേവറേറ്റ് ചുരിദാറുമാണ് കേട്ടോ. ഞാൻ അങ്ങനെ വീഡിയോയിലൊന്നും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒന്നും ഇട്ടിട്ടില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചുരിദാറാണ്. അതുണ്ട്, നല്ല ഭംഗിയുണ്ട്. അതിന് സൈഡ് അഴിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇടാമല്ലോ. എടപ്പള്ളിയിൽ നിന്ന് മേടിച്ചതാണ്. നല്ല മെറ്റീരിയലാണ്. നല്ല മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ. എൻ്റെ ഇവിടെ വൈറ്റ് നല്ല ഭംഗിയായിരിക്കും. സൈഡ് അഴിക്കാനില്ല മോനെ, സൈഡൊക്കെ അഴിച്ചതാ, ഇപ്പം ഇടാനൊന്നും പറ്റത്തില്ല. സാരിലെടുത്ത് വെച്ചോ, പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ ഒക്കെ ഇടാം. കറിയൊന്നും പറ്റാതെ ചെറിയ എന്തോ ഒരു പാട് ഇവിടെ വന്നിട്ടുണ്ട്, അതൊന്ന് കഴുകി നോക്കണം. അപ്പം ഇങ്ങനെ വെച്ചിട്ടായിരിക്കും, ഇങ്ങനെ കുറേ നാൾ വെക്കുമ്പോഴേ നല്ല ഭംഗിയുള്ളതാണ്. നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ. എന്നാ മത്തിക്കാൻ മോനെ. പിന്നെ ഇതും നമ്മൾ വേഗം മോഹങ്ങൾ കൊണ്ട് മേടിക്കുക എന്നൊക്കെ പറയില്ലേ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ, മോഹങ്ങൾ കൊണ്ട് മേടിക്കുന്ന ഡ്രസ്സ്, അതിലൊന്നാണിത്. ഈ ചേട്ടൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടനാണ് കേട്ടോ. ആ ചേട്ടൻ തയ്ച്ചു തന്നതാണ്. ഒരു 4 വർഷമായി, 3 വർഷമായി. 3 വർഷമായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ അളവ് കൊണ്ടു കൊടുത്തു, പക്ഷെ ഞാൻ പറഞ്ഞവരല്ലേ, പുള്ളി വേറെ ടൈപ്പിലൊക്കെയാണ് തയ്ച്ചത്. പക്ഷെ എന്നാലും കൊള്ളാം, നല്ല ഭംഗിയാട്ടോ. ആ ചേട്ടൻ ഇപ്പോൾ നിലവില്ലായാലും മരിച്ചു ഇപ്പോൾ ഒരു 2 മാസം മുമ്പ്. അറ്റയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ തയ്ക്കുന്ന ചേട്ടനാണ്. നല്ല ഭംഗിയായിട്ട് തയ്ച്ചോണ്ടാ, ബാക്കിൽ സിപ്പൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് തയ്ച്ചു. ഞാൻ ഇടുന്നതാണ് ഡ്രസ്സൊക്കെ ഇടുന്നതായിരുന്നു. ഇപ്പോഴാണ് ഇടാത്തത്. എന്താ നല്ല ഭംഗിയുള്ള ഡ്രസ്സ്. ഇഷ്ടമായ വാവയ്ക്ക് വേണോ? വേണ്ട, ഇടൂലല്ലേ, വാവ ഇടുകയല്ല ഇങ്ങനത്തെ ഡ്രസ്സൊന്നും. എനിക്ക് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സുകളോട് വലിയ താല്പര്യമില്ല. കാരണം എൻ്റെ കൈക്ക് നല്ല വണ്ണമുള്ള, അല്ലെങ്കിൽ ഞാൻ ഇടുമായിരുന്നു കേട്ടോ. കൈക്ക് വണ്ണം ഇല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ഇടാൻ ഇഷ്ടം. മടക്കി വെക്കാൻ ഒരു പാടാണ്. എങ്ങനെയെങ്കിലൊക്കെ ചുരുട്ടിക്കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കണ്ട. ഓക്കെ, ഇത് നമ്മുടെ ലിജി കുഞ്ഞാച്ചിയാണോ വാവയാണോ അവിടെ? ഞാനാ മേടിച്ചത്. അപ്പൊ ഇതിന്റെ കൂട്ടത്തിലുള്ള വെള്ളപ്പാൻ്റെ നമ്മൾ പറഞ്ഞില്ലേ, പാൻറ് മടക്കി വെച്ചപ്പോ വെള്ളപ്പാൻ്റെ. ഇത് നമ്മുടെ വാവക്കുട്ടി മേടിച്ചാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഓണം അല്ല ക്രിസ്മസിന് ഞാനും കണ്ണനും കൊച്ചും കൂടെ ലുലുമാളി പോയപ്പം ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സാണ്. അത് പിന്നെ ഇട്ടിട്ടില്ല. അത് പിന്നെ ഇട്ടിട്ടില്ല. ഇപ്പം വേണമെങ്കിൽ ഇടാം, പക്ഷെ ഒത്തിരി ഇതായിട്ട് കിടക്കുന്നില്ല. മടക്കി
വെക്കാനാണ് കേട്ടോ അത് പാട്. ഒരു കാര്യം ചെയ്യും, സൈഡിലേക്ക് മടക്കി മടക്കി വെക്കാം, ഞാൻ എടുത്തു വെച്ചോളാം. സാരി മടക്കുന്ന പോലെ പറ്റൂല. ഇതാണത് നമ്മുടെ അടുത്തൊരു അടിപൊളി കണ്ട. ഇതെങ്ങനെയുണ്ട്? ഇത് ലിജിമോള് തന്നെ. ഇതാണ് നമ്മുടെ ലിജിമോള് വന്നത്. കൊള്ളാമോ? കൊള്ളാം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ 2-3 തവണ ഇട്ടു. നല്ല മെറ്റീരിയലാണ്, നല്ല തുണിയാണ്. ഇത് ലിജിമോൾക്ക് ആരാ ഗിഫ്റ്റ് കൊടുത്താന്ന് എനിക്ക് രശ്മി ചേച്ചിയാണെന്ന് തോന്നുന്നു, ആരോ കൊടുത്താണ് കേട്ടോ. അപ്പൊ ലിജിമോക്ക് ചെറിയ ഫിറ്റ് അല്ല, അത് ചെറുതായിട്ട് കുഞ്ഞാച്ചിക്ക് ആര് തന്നാലും താങ്ക്സ് കേട്ടോ. നല്ലൊരു മെറ്റീരിയലാണ്, ഇത് കളയാതെ സൂക്ഷിക്കും. ഗിഫ്റ്റ് തന്നോണ്ട് പ്രത്യേകിച്ചല്ലേ, കളയാതെ സൂക്ഷിക്കും. ഇതും ദേ അതെന്റെ, ഇത് നമ്മുടെ വാവയുടെ ആണ് കേട്ടോ. വാവ എനിക്ക് ഇടാൻ തന്നതാണ്. പിന്നിപ്പോ വണ്ണം വെച്ചതുകൊണ്ട് ഇടാൻ പറ്റില്ല. എല്ലാം ഇതാവുമ്പോൾ വാവയ്ക്ക് ഇടണമെങ്കിൽ ഇടാം, ഇവിടെ വരുമ്പോൾ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കും. ഓക്കെ. ഇത് അമ്മാൻ്റെ വൈഫ് മേടിച്ചത് പച്ച ചുരിദാർ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു പ്രത്യേക ഒരു കളറാണ് കേട്ടോ ഇത്. എന്താ നല്ല ഭംഗിയുള്ള ചുരിദാറുമാണ്. വാവയ്ക്കും ഉണ്ട്. വാവ ഇതിനോടൊരു കമ്പം തോന്നി വാവ ഒരെണ്ണം മേടിച്ചു. എന്താ നല്ല ഭംഗിയുള്ള ചുരിദാർ. കൊള്ളാല്ലേ? നല്ല ഭംഗി. അങ്ങനെ വാവയ്ക്കും ഇങ്ങനെയുള്ള ചുരിദാറുകളൊക്കെ ഇട്ടുണ്ടെങ്കിൽ വാവ അപ്പം തന്നെ ആ കളറൊക്കെ മേടിക്കും കേട്ടോ. പിന്നെ എനിക്ക് ചുരിദാറിനോട് വലിയ താല്പര്യമില്ല, പക്ഷെ തോന്നിയാൽ ഇടും, ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ മണം ഇങ്ങോട്ട് പഴയ ഇങ്ങനെ മടക്കി വെച്ച ഒരു സ്മെല്ല് ഇങ്ങനെ വരുന്നു. ഞാനിത് ഇടയ്ക്ക് ഇടുന്ന ചുരിദാറാണ് കേട്ടോ. നേരം കഴുകി അപ്പം തന്നെ മടക്കി അങ്ങോട്ട് വെച്ചേക്കും. കാരണം വേഗം കറ പറ്റിക്കഴിഞ്ഞാൽ പ്രശ്നമാകും. എന്നാലും ചെറിയൊരു പാടുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഒക്കെ നല്ല തൈലും നല്ല ഭംഗിയുള്ള ചുരിദാറാണ്. ടോപ്പിന് 400 രൂപയ്ക്ക് അത്രയൊക്കെ ഉള്ളൂ. നല്ല ഭംഗിയുള്ളതാണ്, നല്ലതല്ലേ? അപ്പം ഇങ്ങനെ കുറേ എല്ലാം മടക്കി വെച്ചു കേട്ടോ. കുറേ മടക്കി വെച്ചു. ഇനി ഒത്തിരി പറഞ്ഞ് നീട്ടിക്കഴിഞ്ഞ് നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് കാണാം. അപ്പം നല്ല ഇനി പുതിയ നല്ല ഇനി ഉള്ള ഡ്രസ്സുകളൊക്കെ നല്ലതാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇനി വരാം. അപ്പോൾ എല്ലാവരും വീഡിയോ മറക്കാതെ കാണണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.